IMUCET എക്സാം പാസ്സായി റാങ്കും ലഭിച്ചു. ഇനി എന്ത് ചെയ്യണം? കൗൺസിലിംഗ് എങ്ങനെയാണ് വരുന്നത്? അഡ്മിഷൻ ഫീസ് എത്രയാണ്? അതുപോലെ സ്പോൺസർഷിപ്പ് എപ്പോഴാണ് കണ്ടക്ട് ചെയ്യുന്നത്? ഇതൊക്കെ ഒട്ടുമിക്ക എല്ലാ സ്റ്റുഡൻസിനും ഉണ്ടാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം IMUCET റാങ്ക് ലഭിച്ചതിന് ശേഷം എന്തൊക്കെയാണ് നിങ്ങളുടെ അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് വരുന്നതെന്ന്. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രദ്ധിക്കണേ. കാരണം ഈ ഒരു ഘട്ടത്തിലാണ് അധിക പേർക്കും മിസ്റ്റേക്കുകൾ സംഭവിക്കുന്നത്. ആദ്യം തന്നെ IMUയുടെ വെബ്സൈറ്റില്, ഒഫീഷ്യൽ വെബ്സൈറ്റില് നിങ്ങളുടെ റാങ്ക് കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കുക. സ്കോർ എത്രയാണെന്നുള്ളത് വെരിഫൈ ചെയ്യുക. എലിജിബിലിറ്റി ചെക്ക് ചെയ്യുക. റാങ്ക് എന്ന് പറയുന്നത് നിങ്ങൾ കൗൺസിലിങ്ങിനെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. നെക്സ്റ്റ് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് കൗൺസിലിങ്ങിന് രജിസ്റ്റർ ചെയ്യണം. അതിനു വേണ്ടിയിട്ട് IMUയുടെ കൗൺസിലിംഗ് പോർട്ടലിൽ കയറിയിട്ട് രജിസ്റ്റർ ചെയ്യുക. നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഫില്ല് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഏത് കോഴ്സ് ആണോ കോഴ്സ് പ്രിഫറൻസ് കൂടി സെലക്ട് ചെയ്യണം. പിന്നെ കോളേജ് പ്രിഫറൻസ് കൂടി ഓർഡർ ചെയ്യുക. കോഴ്സസ് എന്ന് പറയുമ്പോൾ എക്സാമ്പിൾ DNS, ഡിപ്ലോമ ഇൻ നോട്ടിക്കൽ സയൻസ്, BSc നോട്ടിക്കൽ സയൻസ്, മെറൈൻ എഞ്ചിനീയറിംഗ്. ഇതിൽ പ്രിഫറൻസ് ഓർഡർ എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. നെക്സ്റ്റ് കൗൺസിലിംഗ് രജിസ്ട്രേഷൻ ഫീസ് നിങ്ങൾ പേ ചെയ്യണം. ഇത് എല്ലാ വർഷവും സെയിം ആയിരിക്കില്ല, ഓരോ ഇയേഴ്സ് ഡിഫറെന്റ് ഉണ്ടാകും. അത് നിങ്ങൾ കമ്പനിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ചെക്ക് ചെയ്ത് നോക്കാം. ഈ ഒരു ഫീസ് നിങ്ങൾക്ക് ഓൺലൈൻ ആയിട്ട് പേ ചെയ്യാൻ സാധിക്കുന്നതാണ്. നിങ്ങളുടെ റാങ്കും നിങ്ങളുടെ കാറ്റഗറി അതുപോലെ പ്രിഫറൻസ് ഓർഡർ ഒക്കെ ബേസ് ചെയ്തിട്ടായിരിക്കും IMU നിങ്ങളുടെ സീറ്റ് അലോട്ട്മെന്റ് റിലീസ് ചെയ്യുന്നത്. സീറ്റ് അലൗ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ പ്രൊഫഷണൽ സീറ്റ് അലോട്ട്മെന്റ് ലെറ്റർ ഡൗൺലോഡ് ചെയ്തെടുക്കണം. നെക്സ്റ്റ് വരുന്ന ഒരു ഇമ്പോർട്ടന്റ് കാര്യമാണ് കോളേജ് ഫീസ് പേ ചെയ്യുന്നത്. സോ ഇത് നിങ്ങൾ ഏത് കോഴ്സാണോ ചൂസ് ചെയ്തിട്ടുള്ളത് ആ ഒരു കോഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഫീസും വരുന്നത്. ഇനി ഒരു കോളേജ് ഫീസ് എന്ന് വരുമ്പം അതിൽ ഇൻക്ലൂഡ് ആവുന്നത് എന്തൊക്കെയാണ്? ട്യൂഷൻ ഫീസ്, ഹോസ്റ്റൽ ഫീസ്, യൂണിഫോം, അതുപോലെ കോഷൻ ഡെപ്പോസിറ്റ്, ഇത്രയും കാര്യങ്ങളായിരിക്കും ഈ ഒരു ഫീസിൽ ഇൻക്ലൂഡ് ആയിട്ടുണ്ടാവുന്നത്. നിങ്ങൾ ഫീസ് പേ ചെയ്യുന്ന സമയത്ത് എപ്പോഴും കോളേജിന്റെ ഒഫീഷ്യൽ പേജിലൂടെ മാത്രം ഫീസ് പേയ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇനി മെഡിക്കൽ ടെസ്റ്റിന്റെ കാര്യം പറയുവാണെങ്കിൽ DJ ഷിപ്പിംഗ് അപ്രൂവ്ഡ് ആയിട്ടുള്ള ഡോക്ടർ വഴി തന്നെ നിങ്ങൾ നിങ്ങളുടെ മെഡിക്കൽ ടെസ്റ്റ് ചെയ്തിരിക്കണം. ഈ ഒരു മെഡിക്കൽ ടെസ്റ്റിന്റെ അകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ട് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത് ഐസൈറ്റ്, അതുപോലെ കളർ ബ്ലൈൻഡ്നെസ് ഉണ്ടോ ഇല്ലയോ, BMI, ഓവറോൾ ഫിറ്റ്നസ്, ഇത്രയും കാര്യങ്ങളായിരിക്കും മെയിൻ ആയിട്ട് ഈ ഒരു ടെസ്റ്റിൽ ഇൻക്ലൂഡ് ആയിട്ടുണ്ടാവും. മെഡിക്കലി നിങ്ങൾ അൺഫിറ്റ് ആണെങ്കിൽ ഈ ഒരു അഡ്മിഷൻ തന്നെ ക്യാൻസൽ ആയേക്കാം. ഇനി എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് അത്യാവശ്യമായിട്ടുള്ളത് നോക്കാം. 10th മാർക്ക് ഷീറ്റ്, 12th മാർക്ക് ഷീറ്റ്, IMUCET റാങ്ക് കാർഡ്, ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ്, പാസ്പോർട്ട്, അതുപോലെ തന്നെ നിങ്ങളുടെ മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും. ഈ പറഞ്ഞ എല്ലാ സർട്ടിഫിക്കറ്റ്സിന്റെയും ഒറിജിനലും അതുപോലെ ഫോട്ടോ കോപ്പീസും നിങ്ങൾ റെഡി ആയിട്ട് വെക്കണം. സോ ഇനി സ്പോൺസർഷിപ്പിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഓൾറെഡി നിങ്ങൾ സ്പോൺസർഷിപ്പ് ഒക്കെ അറ്റൻഡ് ചെയ്ത് ക്ലിയർ ചെയ്ത് കഴിഞ്ഞവരാണെങ്കിൽ ഡയറക്റ്റ് നിങ്ങൾക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്യാം. ഇനി അഥവാ നിങ്ങൾ സ്പോൺസർഷിപ്പ് ഒന്നും ക്ലിയർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചില ഇൻസ്റ്റിറ്റ്യൂട്ട്സ് അഡ്മിഷന് ശേഷവും ഈ ഒരു സ്പോൺസർഷിപ്പ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ബെറ്റർ എന്ന് പറയുന്നത് അഡ്മിഷന് മുന്നേ, അതായത് ജോയിനിങ്ങിന് മുന്നേ തന്നെ നിങ്ങൾ ഈ ഒരു സ്പോൺസർഷിപ്പ് ഒക്കെ സെക്യൂർ ചെയ്ത് വെക്കുന്നതാണ്. നിങ്ങളുടെ അഡ്മിഷൻ കൺഫേം ആയതിനു ശേഷം റിപ്പോർട്ടിംഗ് ഡേറ്റ് നൽകും, യൂണിഫോമിന്റെ മെഷർമെന്റ് ഒക്കെ എടുക്കും, ഹോസ്റ്റൽ അലോട്ട്മെന്റ് തരും, ഇൻഡക്ഷൻ സെഷൻ തരും. അങ്ങനെ നിങ്ങളുടെ പ്രീ-സി ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യും. IMUCET എക്സാമിന്റെ റിസൾട്ട് വന്നതിന് ശേഷം എല്ലാവരും ചെയ്യുന്ന കുറച്ച് കോമൺ മിസ്റ്റേക്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. കൗൺസിലിംഗ് രജിസ്ട്രേഷൻ ഡിലേ ചെയ്യുന്നത്, പ്രിഫറൻസ് ഓർഡർ തെറ്റായിട്ട് കൊടുക്കുന്നത്, മെഡിക്കൽ ഫിറ്റ്നസിനെ കുറിച്ചിട്ട് പാടെ ഇഗ്നോർ ചെയ്ത് വിടുന്നത്, പെട്ടെന്ന് സീറ്റ്സും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഏജൻസിന് പേയ്മെന്റ് നൽകുന്നത്, നോൺ അപ്രൂവ്ഡ് ആയിട്ടുള്ള കോളേജസിലൊക്കെ ജോയിൻ ചെയ്യുന്നത്. ഇത്രയും മിസ്റ്റേക്സ് ഒക്കെ നിങ്ങൾ നിസ്സാരം എന്ന് കരുതുന്നതായിരിക്കും, പക്ഷെ നിങ്ങളുടെ ഫ്യൂച്ചറിനെ തന്നെ എഫക്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. നിങ്ങൾ ജോയിൻ ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിന് DJ ഷിപ്പിംഗിന്റെ അപ്രൂവൽ ഉള്ളതാണോ എന്ന് നിങ്ങൾ തീർച്ചയായിട്ടും നോക്കേണ്ട കാര്യമാണ്. IMUCET എക്സാം പാസ്സായി അതിലൊരു റാങ്ക് കിട്ടുക എന്നുള്ളത് ജസ്റ്റ് ഒരു തുടക്കം മാത്രമാണ്. റിയൽ ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത് നിങ്ങളുടെ അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് തൊട്ടിട്ടാണ്. റാങ്ക് കിട്ടി എന്നുള്ള എക്സൈറ്റ്മെന്റ് ഒക്കെ എല്ലാവർക്കും ഉണ്ടാവും, പക്ഷെ നിങ്ങൾ ചൂസ് ചെയ്യുന്ന കോളേജ് പ്ലസ് സ്പോൺസർഷിപ്പ് എക്സാം ഒക്കെയാണ് നിങ്ങളുടെ ഫ്യൂച്ചറിനെ ഡിസൈഡ് ചെയ്യുന്നത്. സോ ഷോർട്ട് കട്ട്സ് വേണ്ട, വെരിഫിക്കേഷൻസ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. ഈ ഒരു വീഡിയോയിലൂടെ IMUCET എക്സാം കഴിഞ്ഞതിന് ശേഷം എന്ത് എന്നുള്ളൊരു ചോദ്യത്തിന് നിങ്ങൾക്ക് ഉത്തരം ലഭിച്ചിട്ടുണ്ടാകും. ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷവും നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള ഡൗട്ട് ഒക്കെ വരുന്നുണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ എന്റെ Instagram ID മെൻഷൻ ചെയ്യാം, അതിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. ഇനി മെർച്ചന്റ് നേവി റിലേറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. സോ ആ ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ട് ഞാൻ ഷുവർ ആയിട്ടും വീഡിയോ ചെയ്യും.
ഇന്നത്തെ എന്റെ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നോട്ടിഫിക്കേഷൻ ഓൾ കൊടുത്തു കഴിഞ്ഞാൽ എന്റെ വീഡിയോസ് ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. സോ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ. താങ്ക് യു.